ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ ആണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് കേസിൽ വിശദമായ വാദം കേട്ട ശേഷം ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത്. കട്ടിളപ്പാളി കേസിലും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പക്കേസിലും നൽകിയിട്ടുള്ള ജാമ്യ ഹർജികളിൽ ആണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായുള്ള ബന്ധം സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിച്ചു എന്നതടക്കമുള്ള കണ്ടെത്തലുകൾ ആയിരുന്നു SIT കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതേസമയം ആചാരപരമായ കാര്യങ്ങളിൽ അല്ലാതെ മറ്റൊന്നിലും ഇടപെട്ടിട്ടില്ല എന്നതായിരുന്നു തന്ത്രിയുടെ വാദം. തന്ത്രിയെ കേസിൽ കുടുക്കിയതാണ് എന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നുമായിരുന്നു തന്ത്രിയുടെ വാദം ആയിട്ട് ഉണ്ടായിരുന്നത്. അതേസമയം തന്ത്രിക്ക് ജാമ്യം നൽകുന്നതിനെ അതിശക്തമായി തന്നെയാണ് അന്വേഷണ സംഘം എതിർത്തിരുന്നത്. തന്ത്രിയുടെ പേരിൽ ഏതാണ്ട് 2,05 ലക്ഷം രൂപ ഉണ്ട് എന്നും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപക ജംഗമ വസ്തുക്കളും ഉണ്ട് എന്നും സ്വകാര്യ ധനസ്ഥാപനത്തിൽ മാത്രം ഇത്രയും തുക നിക്ഷേപമായി ഉണ്ട് എന്ന വാദം ഒക്കെ ആണ് നൽകിയിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിക്കുന്നു. പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് ആത്മീയ പരിവേഷവും ഉന്നത സ്വാധീനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടേക്കാം എന്ന വാദം ആയിരുന്നു കോടതിയിൽ അന്വേഷണ സംഘം ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ എന്തായാലും തന്ത്രിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2 കേസുകളിലും ജാമ്യം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി തന്ത്രിക്ക് പുറത്തിറങ്ങാൻ പറ്റുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ആണ് മറ്റൊരു പ്രതിക്ക് കൂടി ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നത്. നേരത്തെ സ്വാഭാവികമായ ജാമ്യം ലഭിച്ചുകൊണ്ട് നിരവധി പ്രതികൾ പുറത്തിറങ്ങിയ പശ്ചാത്തലമുണ്ടാകുന്നു. അതിനുശേഷം ഇതാ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് കേസിൽ വിശദമായി വാദം കേട്ട ശേഷം ഇപ്പോൾ വിധി പറഞ്ഞത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും ആണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, മറ്റൊരു പ്രതിക്ക് കൂടി ഇപ്പോൾ ജാമ്യം ലഭിക്കുന്നു. അങ്ങനെ തന്ത്രി കണ്ഠരര് രാജീവർ പുറത്തേക്കിറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, കണ്ഠരര് രാജീവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് കണ്ഠരര് രാജീവരുടെയൊക്കെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന മന്ത്രി കണ്ഠരരുടെ ജാമ്യാപേക്ഷയിലാണ് ഇന്നിപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും നൽകിയിട്ടുള്ള ജാമ്യ ഹർജികളിലാണ് ഇന്ന് വിധി പറഞ്ഞത്. 2 കേസുകളായിരുന്നു തന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നത്. എന്നാൽ തന്ത്രിയുടെ ഭാഗത്തെ പ്രധാനപ്പെട്ട ന്യായം
താൻ ആധാരപരമായ വിഷയങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ കട്ടളപ്പാളിയിൽ സ്വർണ്ണം പൂശുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണം പൂശുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തന്ത്രിക്ക് യാതൊരുവിധ പങ്കുമില്ല. ആധാരപരമായ വിഷയങ്ങൾ മാത്രമാണ് ചോദ്യം തന്റെ ഭാഗത്തു നിന്ന് തന്നോട് അഭിപ്രായം തരിയത്. അതിൽ അഭിപ്രായം പറയുക മാത്രമാണ് ഉണ്ടായത്. അതിനും ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള വാദമാണ് പ്രധാനമായും ഉന്നയിച്ചത്. എന്തായാലും മറ്റ് പ്രധാന പ്രതികൾക്കൊക്കെയും ജാമ്യം നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിലാണ് തന്ത്രിയുടെ അറസ്റ്റും റിമാൻഡും ഒക്കെ ഉണ്ടായത്. ഇപ്പോൾ തന്ത്രിക്കും ആ തരത്തിൽ ജാമ്യം ലഭിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയുമായിട്ടുള്ള ബന്ധമൊക്കെ സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിച്ചുകൊണ്ടടക്കമുള്ള കണ്ടെത്തലുകളൊക്കെ SIT നേരത്തെ കോടതിയിൽ നൽകിയിരുന്നു. തന്ത്രിക്ക് വളരെ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ സ്ഥാപനങ്ങളിലൊക്കെ തന്ത്രി ഈ കുടുംബത്തിൽ നിന്നുള്ളവരുമൊക്കെ തന്ത്രിയും അവിടെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനത്തിനും അവരുടെ ചടങ്ങുകൾക്കുമൊക്കെ പങ്കെടുക്കുന്നു. ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തതിന്റെയൊക്കെ റിപ്പോർട്ടുകളും നേരത്തെ തന്നെ ഇവർക്ക് അടുപ്പമുണ്ടായിരുന്ന റിപ്പോർട്ടുകളും ഒക്കെ SIT കണ്ടെത്തിയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് ഇപ്പോൾ വിനീഷ് കൂടി ചേരുന്നുണ്ട്. വിനീഷ്, മറ്റു പലരും സ്വാഭാവിക ജാമ്യം ലഭിച്ചാണ് പുറത്തിറങ്ങിയത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ അതല്ല സാഹചര്യം. ഏതാണ്ട് 41 ദിവസമായി ജയിലിൽ കിടക്കുന്ന ആളാണ്. അവിടെ 2 വിഷയങ്ങളുണ്ടല്ലോ, 2 കേസുകളാണ്. കട്ടിളപ്പാളിയുണ്ട്, ഒപ്പം ദ്വാരപാലക ശില്പം. ഇതിൽ 2ലും ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത്. തീർച്ചയായും അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. 2 കേസിലാണ് നിലവിൽ തന്ത്രി അറസ്റ്റിലായത്. ഈ 2 കേസിലും ഇപ്പോൾ ജാമ്യം ലഭ്യമായി തന്ത്രിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കും എന്നുള്ളതാണ്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സ്വാഭാവിക ജാമ്യം ലഭിച്ച് മറ്റു പ്രതികൾ 6 പ്രതികൾ മുൻപ് പുറത്തിറങ്ങിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ച് തന്ത്രി കൂടി പുറത്തിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം വിജിലൻസ് കോടതിയിൽ പൂർത്തിയായിരുന്നു. അതിൽ അപ്പോൾ വിധി പറയാനായി ഇന്നാണ് മാറ്റിവെച്ചത്. ഇന്ന് കോടതി കേസ് പരിഗണിക്കുകയും തന്ത്രിക്ക് 2 കേസിലും ജാമ്യം ലഭ്യമായി എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഇതിന്റെ വിധി പകർപ്പ് എത്തിയിട്ടില്ല അഭിലാഷ്. അതെത്തിയെങ്കിൽ മാത്രമേ എന്തെല്ലാം ഉപാധികളാണ് ഇതിലുള്ളത് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാലും നമുക്കറിയാൻ കഴിയുന്നത് ഉപാധികളോട് തന്നെയാണ് ജാമ്യം ലഭ്യമായത് എന്നുള്ളതാണ്. മറ്റ് പ്രതികൾക്കും കർശന ഉപാധികൾ തന്നെ ഉണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത് എന്നടക്കമുള്ള ഉപാധികളായിരുന്നു. സംസ്ഥാനം വിട്ടു പോകരുതെന്നുണ്ട്. അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കരുത് തുടങ്ങിയുള്ള കർശന ഉപാധികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതേ ഉപാധികൾ തന്നെയാകാനാണ് തന്ത്രിയുടെ ഈ ജാമ്യത്തിലും ഇപ്പോൾ ലഭ്യമായ ജാമ്യത്തിലും പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ തന്ത്രിക്ക് ജാമ്യം ലഭ്യമായി. മുൻപ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി തവണ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയിലടക്കം ജാമ്യം നിഷേധിച്ച സാഹചര്യം നിലനിന്നിരുന്നു. ഇപ്പോൾ എന്തായാലും വിജിലൻസ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭ്യമായിരിക്കുന്നു. നമുക്കറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഏതായാലും ഇന്ന് ജാമ്യം നിഷേധിക്കുകയായിരുന്നുവെങ്കിൽ തീർച്ചയായും ഹൈക്കോടതിയിൽ സമീപിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും ജാമ്യം ലഭ്യമായി എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന്റെ ജാമ്യത്തിൽ നേരത്തെ വിധി പകർപ്പുകൾ വന്നെങ്കിൽ മാത്രമേ എന്തെല്ലാം ഉപാധികളാണെന്നുള്ളത് കൂടുതൽ വ്യക്തത വരുത്തിയുള്ളൂ അഭിലാഷ്. യെസ്, എന്തായാലും തന്ത്രിക്ക് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജാമ്യ ഉത്തരവ് ലഭിച്ച ശേഷം തന്ത്രി പുറത്തേക്ക് ഇറങ്ങുമോ, അതിനപ്പുറത്ത് ഇനിയിപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് അന്വേഷണ സംഘം പോകുമോ എന്നതുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം സ്വാഭാവികമായ ഒരു ജാമ്യം അല്ല ഈ വിഷയത്തിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. 41 ദിവസമായി തന്ത്രി റിമാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ആണ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ മേൽക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? അങ്ങനെ ഉണ്ടായി അതിൽ സ്റ്റേയോ മറ്റ് നടപടിക്രമങ്ങളോ ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായും അടുത്ത പ്രതി ആയിട്ടുള്ള തന്ത്രിക്ക് പുറത്തിറങ്ങാം.